മഞ്ഞ് വായിച്ചിട്ടുണ്ടോ? പറയട്ടെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ചില വരകളും എഴുത്തുകളും അതിലെ സങ്കല്പങ്ങളും നമ്മളെ വല്ലാതെ സ്പർശിക്കും. അങ്ങനെ എന്നെ സ്പർശിച്ച ചില വരികൾ പറഞ്ഞെന്നേ ഉള്ളൂ. എന്റെ ജീവിതത്തിലെ മറ്റൊരു സാധാരണ ദിവസത്തിലേക്ക് സ്വാഗതം. തൻവി പാപ്പയെ ഷടപടേന്നൊരുക്കി സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാറ്. ഇന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു, അത്രയും ദൂരം വണ്ടി ഓടിക്കണ്ടല്ലോ. കമന്റ് വായിച്ച് മ്ലാനയായിരിക്കുകയാണോ? കുട്ടിക്കാലത്ത് ഒറ്റപ്പെടലിന്റെ വേദന നല്ലോണം അനുഭവിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് ദൂരം ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. വീണ്ടും ആ ട്രോമ ഉണരും. വണ്ടി ഓടിക്കുന്നതൊക്കെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? പ്രീമ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു ലോങ് ട്രിപ്പ് പോയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് എല്ലാവരും ഉപദേശിക്കും. പക്ഷെ എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാ ആൾക്കാർക്കും മുകളിൽ ഈശ്വരനുണ്ട്, എനിക്ക് പക്ഷെ മുകളിലുള്ളത് ഗോമഞ്ചേട്ടനാണ്. കണ്ടോ പ്രീമാറാണി? ഒരു കൗതുകത്തിന് ഞാൻ ജനറേറ്റ് ചെയ്ത ഒരു വീഡിയോ കാണിച്ചു തരട്ടെ. AI വീഡിയോ ആണ്. ഹഗ് യുവർ സെൽഫ് എന്നാണ് ഈ വീഡിയോ നമ്മളോട് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കഴിയണം. ഇന്നത്തെ ഓഫീസിലെ തത്വചിന്തകൾ അവസാനിപ്പിച്ച് നേരെ പോയത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്കാണ്. സീരിയലിന്റെ ഡബ്ബിംഗ് നടക്കുമായിരുന്നേ. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്നതിന്റെ ക്ഷീണവും ദേഷ്യവും വിഷമവും ഒക്കെ അവസാനിക്കുന്നത് കുഞ്ഞുമണികളേതാ ഇതുപോലെ കാണുമ്പോഴാണ്. രണ്ടുപേരും തമ്മിൽ അങ്ങേയറ്റം സ്നേഹമാണ്. പക്ഷെ എപ്പോഴാ അടികൂടുന്നത് എന്ന് പറയാനും കഴിയില്ല. ഒരാളെ എങ്ങാനും അധികമായി സ്നേഹിച്ചു എന്ന് മറ്റൊരാൾക്ക് തോന്നിയാൽ പിന്നെയാണ് ലഹള. കഴിഞ്ഞ 9 വർഷത്തെ ശീലമാണ്. വീട്ടിൽ TV ഇല്ല, പുതിയ വീട്ടിലേക്കും വാങ്ങാൻ തോന്നിയിട്ടില്ല. ഇതാ കണ്ടില്ലേ, TV ഇരിക്കേണ്ട സ്ഥലത്ത് ഇപ്പോഴും ഒരു ഓട്ടയാണ്. അതുകൊണ്ടുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് ഫോൺ വിളിച്ചാലും കിട്ടില്ല. ഈ ദിവസത്തിൽ ഈ അമ്മയ്ക്ക് ഇനി എത്രയോ മണിക്കൂറുകൾ ബാക്കിയുണ്ടെന്നറിയോ? സച്ച് എ ലോങ് ഡേ. നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഇതാണ് എന്റെ മീ ടൈം. തൻവി പാപ്പ ട്യൂഷൻ കഴിഞ്ഞ് എത്താറായി. അപ്പൊ പോട്ടെ.